നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. മലയാളക്കരയുടെ അഭിമാനം വാനോളം ഉയർന്ന ദിനമാണ് ജൂലൈ 15 ബുധനാഴ്ച. മലയാളിയായ ഒരാൾ ആദ്യമായാണ് ബഹിരാകാശം താണ്ടുന്നതും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്നതും. പകുതി മലയാളിയും നാസയുടെ ബഹിരാകാശ സഞ്ചാരിയുമായ അനിൽ മേനോനാണ് ഈ ചരിത്ര നേട്ടം കുറിച്ചിരിക്കുന്നത്. അനിലിന്റെ പേടകമായ സോയൂസ് പ്രോഗ്രസ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം 2 മണിക്കാണ് അനിലും സംഘവും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയത്. സോയൂസ് റോസ്കോസ്മോസിന്റെ പ്രയാത് ദുബ്രോവ്, അന്ന കിക്കിനയുമാണ് അനിലിന്റെ സഹയാത്രികർ. കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് വിക്ഷേപിച്ചത്. രാത്രി 11:26 സോയൂസ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തു. പുലർച്ചെ 1:30 ബഹിരാകാശത്ത് പ്രവേശിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും 2 മണിയോടെയാണ് പ്രവേശനം സാധ്യമായത്. ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് 253 കോടി രൂപ അടിയന്തരമായി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണവിപണി നടത്തിപ്പിനായി സപ്ലൈകോയ്ക്ക് 200 കോടി രൂപയും AIY വിഭാഗത്തിന് ഓണക്കിറ്റിനായി 53 കോടി രൂപയും ഉൾപ്പെടെയാണ് തുക അനുവദിച്ചത്. മുൻ സർക്കാരുകൾ ഇത്രയും തുക ഒന്നിച്ച് അനുവദിച്ചിട്ടില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. പുതുക്കിയ ബഡ്ജറ്റിൽ 315 കോടി രൂപ ആദ്യം അനുവദിച്ചതിൽ 20 കോടി രൂപ ആദ്യം ലഭിച്ചിരുന്നു. കൂടുതൽ തുക ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും സർക്കാരിനെ സമീപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് 20% തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ആ നിർദ്ദേശം പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം പിൻവലിക്കുകയും ചെയ്തു. ഹോർമൂസിലെ തീരുവയ്ക്ക് പകരം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ വൻതോതിൽ നിക്ഷേപം നടത്തുമെന്നും വ്യാപാര കരാറുകളിൽ ഒപ്പുവെക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകരാജ്യങ്ങൾ ട്രംപിന്റെ തീരുമാനത്തിൽ കടുത്ത എതിർപ്പറിയിച്ചതോടെയാണ് ട്രംപിന്റെ മലക്കം മറിച്ചിൽ. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ നയമാറ്റം അറിയിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ അപ്പീലിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ ശിക്ഷ മരവിപ്പിക്കണമെന്ന മുഖ്യപ്രതി പൾസർ സുനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. 20 വർഷം തടവ് ശിക്ഷ വിധിച്ച വിചാരണ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു സുനിയുടെ ആവശ്യം. വിചാരണ കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പൾസർ സുനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. ഈ അപ്പീലിൽ അന്തിമ വിധി വരുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നായിരുന്നു ഹർജി. ഹർജിയെ ശക്തമായി എതിർത്ത അതിജീവിത നടന്നത് അതീവ ഹീനമായ കുറ്റകൃത്യമാണെന്നും 1-ാം പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ടെന്നും കോടതി അറിയിച്ചു. കൂട്ടം തെറ്റിപ്പോകുന്ന തീർത്ഥാടകരെ കണ്ടെത്താൻ ശബരിമലയിൽ AI അധിഷ്ഠിത തെർമൽ ക്യാമറകൾ വരുന്നു. ഇതോടെ നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലെ ഇൻഫർമേഷൻ സെന്ററുകളിൽ നിന്ന് വിവിധ ഭാഷകളിൽ കൂട്ടം തെറ്റിയവരുടെ പേര് എങ്കെ ഇരുന്നാലും ഇങ്കേവ എന്നറിയപ്പെടുന്ന ഉച്ചഭാഷിണി നിർദ്ദേശം നിർത്തും. കൊച്ചിയിൽ നടന്ന ഡിജിറ്റൽ കോൺക്ലേവിൽ ഇതിന്റെ മാതൃക അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പുതുതായി 400 തെർമൽ ക്യാമറകളും അനുബന്ധ സംവിധാനവും ഒരുക്കാനാണ് തീരുമാനം. എഡ്ടെക് സംരംഭമായ ബൈജൂസിന്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രന് വീണ്ടും തിരിച്ചടി. 6 മാസത്തെ ജയിൽവാസം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബൈജു രവീന്ദ്രൻ നൽകിയ ഹർജി സിംഗപ്പൂർ കോടതി തള്ളി. ബൈജു രവീന്ദ്രന്റെ നിയമസ്ഥാപനമായ ലാസാറെഫ്ലെ ബാർസാണ് ഇക്കാര്യം അറിയിച്ചത്. ബൈജൂസിന്റെ വിദേശത്തെ കടബാധ്യതകളും നിക്ഷേപകരുമായുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുടെ ഭാഗമായാണ് ബൈജു രവീന്ദ്രനെതിരെ സിംഗപ്പൂരിൽ മുൻപ് കോടതി ഉത്തരവുണ്ടായത്. കഴിഞ്ഞ 10 വർഷം സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായി പ്രവർത്തിച്ച സ്ഥാപനമായിരുന്നു കിഫ്ബി. കിഫ്ബിയെ പെട്ടെന്നില്ലാതാക്കാനാവില്ലെങ്കിലും സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി വിഭവ സമാഹരണ മാതൃക പുനഃപരിശോധിക്കുവാൻ തീരുമാനമെടുത്തു. കിഫ്ബിക്ക് പകരം മറ്റെന്തെങ്കിലും ബദൽ ധനകാര്യ സംവിധാനത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് ശുപാർശ സമർപ്പിക്കാനാണ് സമിതിയെ നിയമിച്ചത്. ഇത് സംബന്ധിച്ച് മുൻ IAS ഉദ്യോഗസ്ഥ സുധാ പിള്ള അധ്യക്ഷയായ സമിതി 3 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് നൽകും. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് മതമൗലികവാദികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ബംഗാൾ വിടേണ്ടി വന്ന ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രിൻ വീണ്ടും കൊൽക്കത്തയിലേക്ക്. ഓഗസ്റ്റ് 1 കൊൽക്കത്തയിലെ രവീന്ദ്ര സദനിൽ മതമൗലികവാദത്തിനെതിരെ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ തസ്ലീമ നസ്രിൻ പങ്കെടുക്കും. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, സംസ്ഥാന ധനകാര്യമന്ത്രി സ്വപൻ ദാസ് ഗുപ്ത, എഴുത്തുകാരൻ ശീർഷേന്ദു മുഖോപാധ്യായ എന്നിവരും തസ്ലീമ നസ്രിൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ സന്നിഹിതരാകും. മതമൗലികവാദികളുടെ ഭീഷണിയെ തുടർന്ന് ബംഗ്ലാദേശ് വിട്ട ഇന്ത്യയിലെത്തിയ തസ്ലീമ നസ്രിൻ 1994 മുതൽ താമസിച്ചിരുന്നത് കൊൽക്കത്തയിലായിരുന്നു. കൊൽക്കത്തയെ തന്റെ സ്വന്തം വീടായാണ് തസ്ലീമ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ 2007 മതമൗലിക സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് തസ്ലീമയ്ക്ക് കൊൽക്കത്തയും വിടേണ്ടി വന്നു. അവരുടെ പുസ്തകമായ ദ്വിഖണ്ഡിതയ്ക്ക് എതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ തുടർന്നാണ് ബംഗാൾ വിടേണ്ടി വന്നത്. ദ്വിഖണ്ഡിത ബംഗാളിലെ ഇടത് സർക്കാർ നിരോധിച്ചിരുന്നു. എന്നാൽ ഈ നിരോധനം പിന്നീട് കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി.
സംസ്ഥാനത്ത് അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വർഷം തന്നെ അംഗീകാരമുള്ള മറ്റു സ്കൂളുകളിലേക്ക് മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അംഗീകാരമുള്ള മറ്റു സ്കൂളുകളിൽ ചേരുന്നതിന് ഈ അധ്യയന വർഷം കൂടി വിദ്യാഭ്യാസ വകുപ്പ് ഇളവ് നൽകിയിട്ടുണ്ട്. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഈ ഇളവ് ലഭിക്കില്ലെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കരുതെന്ന് 2009 കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ കേരളത്തിൽ 765 സ്കൂളുകൾ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. CBSE ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മറ്റു ബോർഡുകളുടെ അംഗീകാരമുണ്ടെന്ന വ്യാജേനയാണ് ഇവയുടെ പ്രവർത്തനമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു. ഈ സ്കൂളുകളിലെ കുട്ടികളോടാണ് അംഗീകാരമുള്ള മറ്റു സ്കൂളുകളിലേക്ക് മാറാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നത്. ലൈംഗിക അതിക്രമ കേസിലും അപകീർത്തി കേസിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഴുത്തുകാരിയായ ഈജീൻ കരോളിന് $5.63 മില്യൺ, ഏകദേശം 47 കോടിയിലധികം രൂപ നഷ്ടപരിഹാരം നൽകി. കോടതി മേൽനോട്ടത്തിലുള്ള അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന തുക കരോളിന്റെ നിയമസ്ഥാപനത്തിന് കൈമാറാൻ US ഡിസ്ട്രിക്ട് ജഡ്ജി ലൂയിസ് കപ്ലാൻ ഉത്തരവിട്ടതിനെ തുടർന്നാണ് പണം കൈമാറിയത്. ട്രംപിന്റെ ശക്തമായ എതിർപ്പുകളെ മറികടന്നാണ് നടപടി. 2023 വിധിച്ച $5 മില്യൺ സിവിൽ കോടതി വിധിയും അതിന്റെ പലിശയും ചേർത്താണ് നിലവിലെ തുക കൈമാറിയിരിക്കുന്നത്. 1996 മാൻഹട്ടനിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ട്രംപ് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു കരോളിന്റെ പരാതി. ഈ ആരോപണം നിഷേധിച്ച ട്രംപിനെതിരെ കരോൾ ഫയൽ ചെയ്ത കേസുകളിൽ ഇതുവരെ ആകെ $88.3 മില്യൺ വിധികളാണ് കോടതികൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്.